എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. പല കാരണങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയതുകൊണ്ട് അതൊന്നും ഇപ്പം തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെന്നായാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. പ്രളയം കഴിഞ്ഞു, അതിനുശേഷം കാഫിർ, പണ്ടത്തെ ആ ലോക്സഭാ ഇലക്ഷനിൽ വടകര മണ്ഡലത്തിലുള്ള കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിലെ യഥാർത്ഥ പ്രതികൾ ആരാന്നുള്ള പോലീസിൻ്റെ കണ്ടെത്തൽ, അതിനുശേഷമുള്ള ചർച്ചകൾ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കും ചർച്ച ചെയ്യാൻ ഇങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്ത് അപ്പോൾ പുതിയ വിഷയം വരുമ്പോൾ പഴയ വിഷയം മറന്നു പോവുക, പഴയ വിഷയം ചർച്ചയാവാതിരിക്കുക, ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിലെ രാഷ്ട്രീയ കാരണങ്ങൾ പലതും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഈ സമയം ആ റിപ്പോർട്ട് പുറത്തുവിടാൻ കാരണം കേരള സർക്കാരിന് ആ കാഫർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, ആ ചർച്ചകളെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് 5 വർഷത്തോളം പൂഴ്ത്തിവെച്ച ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം പുറത്തുവിട്ടത് എന്നുള്ളൊരു വിവാദം അതിലുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു രാഷ്ട്രീയ വിവാദമുള്ളത്, പല ആളുകളെയും സംരക്ഷിക്കാൻ അതിലുള്ള 5 പേജുകളും ചില പ്രധാനപ്പെട്ട പാരഗ്രാഫുകളും സർക്കാർ ഇടപെട്ട് തിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് തെളിയിക്കപ്പെടട്ടെ. പോലീസ് കേസുകളൊക്കെ അന്വേഷിച്ച് തെളിയിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കാം. കാരണം ഇത്തരം കേസുകളിൽ ഇത്തരം ഉന്നതർ ഇടപെട്ട, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉന്നതിയിലുള്ള പല ആളുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഇത്തരം കേസുകളിൽ ഏതാ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കാറില്ല, അതിൻ്റെ പ്രതികളെ പിടിക്കാറില്ല. ഏതായാലും നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഹേമ കമ്മിറ്റി കണ്ടെത്തിയത് പ്രകാരം മലയാള സിനിമ ഭരിക്കുന്നത് 15 അംഗ സമിതിയാണ് എന്നും അതിൽ രാഷ്ട്രീയത്തിലുള്ള സിനിമാക്കാരടക്കം, അതായത് രാഷ്ട്രീയ സജീവമായിട്ടുള്ള സിനിമാക്കാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു 15 അംഗ പവർ കമ്മിറ്റി ഉണ്ട് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കമ്മിറ്റിയാണ് നിലവിൽ മലയാള സിനിമാ ലോകം ഭരിക്കുന്നത് എന്നും, പിന്നെ അതിലും അപ്പുറത്തേക്ക് കമ്മിറ്റി കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാള സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള നടികൾക്ക് പല വിധത്തിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും, കാസ്റ്റിംഗ് കൗച്ച് എന്ന വളരെ മോശപ്പെട്ട ഒരു പ്രവണത മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ഈ ഹേമ കമ്മിറ്റിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ട്, ചെറിയൊരു കാര്യം പറയാനുള്ളൂ. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല സംവിധായകരും പല നടന്മാരും തങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും അത്ര വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത പല സഹനടിമാരും ഒക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിലൊരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും ഒരു വ്യക്തത അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ നടിമാർ ആരെക്കുറിച്ചാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെ പറ്റിയും, ഇപ്പം ഈ ദിവസം തന്നെ ഇന്ന് നടൻ സിദ്ദീഖിനെ പറ്റിയൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞു വരികയാണെങ്കിൽ, എല്ലാവരും നമ്മുടെ സീനിയർ ആയിട്ടുള്ള താരങ്ങൾ തൊട്ടിട്ട് ഏറ്റവും ജൂനിയറായിട്ട് നിലവിൽ സൂപ്പർ സ്റ്റാറുകളായിക്കൊണ്ടിരിക്കുന്ന താരങ്ങൾ വരെ സംശയത്തിൻ്റെ നിലയിലാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത്, ഈ ഒന്നുകിൽ അമ്മ സംഘടന നേരിട്ട് ഇത് സർക്കാരിനെ ബോധിപ്പിച്ച് കേസുമായി മുന്നോട്ട് വരിക, അല്ലാത്ത പക്ഷം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നടിമാരെ വ്യക്തമായിട്ട് സമൂഹത്തിന് മുമ്പിൽ അതിൻ്റെ തെളിവടക്കം പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട അധികാരികളിലോ പരാതി നൽകിയിട്ട് അതിൻ്റെ നിയമവശങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകുക. കാരണം ഇതിൽ പല വിധത്തിലുള്ള അവ്യക്തതകളും നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ ഇതിൻ്റെ ലീഗലായിട്ടുള്ള, ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗലായിട്ടുള്ള സൈഡുകൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടത്, ആരൊക്കെയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് എന്നുള്ളത് തീർച്ചയായും പുറത്തു കൊണ്ടുവരണം. കാരണം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല ആൾക്കാരെക്കുറിച്ചും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സത്യം എന്താണ്, അതിൻ്റെയൊക്കെ അസത്യങ്ങൾ എന്താണ്, അതിൽ അവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ഉള്ളിലും വരുന്നൊരു സംശയം
ഇപ്പം നിലവിൽ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്ന സൂപ്പർ താരങ്ങളടക്കമുള്ള പല ആളുകളെക്കുറിച്ചും പല വിധത്തിലുള്ള ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനാദ്യം ചെയ്യേണ്ടത് സർക്കാർ നേരിട്ടിടപെട്ടിട്ട് ഈ ഒരു കേസിൽ വ്യക്തമായൊരു അന്വേഷണം കൊണ്ടുവന്ന് ഇതിൽ ആരൊക്കെയാണോ ആരോപണങ്ങൾ, ആർക്കൊക്കെ എതിരാണോ ഈ റിപ്പോർട്ടിൽ ആരോപണങ്ങൾ ഉള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. രണ്ടാമത്തത്, സർക്കാർ ഇടപെട്ടിട്ട്, അതിൻ്റെ രാഷ്ട്രീയ ഭാഷയാണ് എന്നാലും കൂടെ പറയാതിരിക്കാൻ വയ്യ, സർക്കാർ ഇടപെട്ട് 5 പേജുകളും ഏതാനും ചില പാരഗ്രാഫുകളും തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പല ആളുകളും പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട് അത്ര ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ കാര്യം പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ പേജിൽ ആരെക്കുറിച്ചാണോ പരാമർശിച്ചത്, ആ തിരുത്തപ്പെട്ട പേജിൽ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട പേജിൽ എന്താണോ ഉള്ളത് എന്നുള്ളത് സർക്കാർ പുറത്തുവിടാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ടീം പുറത്തുവിടാൻ തയ്യാറാണ്. അപ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ ഒരു വ്യക്തത വരികയും നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടീനടന്മാരെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ആകെ ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലീഗലായിട്ടുള്ള വശങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ തന്നെ ആ സംവിധായകൻ അല്ലെങ്കിൽ മറ്റേ സംവിധായകൻ, ഇങ്ങനൊരു സംവിധായകൻ അല്ലെങ്കിൽ ഇങ്ങനൊരു നടൻ എന്ന് പറയാതെ കൃത്യമായിട്ട് തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ പോലീസിനോ പരാതികൾ നൽകി അതിൻ്റെ അവ്യക്തത ഒഴിവാക്കി കൃത്യമായ രീതിയിൽ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടില്ല, നമ്മൾക്ക് വാർത്തകളൊക്കെ കേട്ടിട്ടുള്ള അറിവുകളേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞിടത്തോളം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ ചെയ്യാൻ നിലവിൽ നമ്മളടക്കമുള്ള മലയാള സിനിമയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളിൽ നിന്നും അത്തരം ആളുകൾക്കെങ്കിലും ഇതിൽ പങ്കില്ല എന്ന് നമ്മൾക്കൊരു വിശ്വാസം വരണമെങ്കിൽ ഇത്തരം ഇടപെടൽ നിർബന്ധമാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.